ഐ ആം അലീന. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഞാൻ എല്ലാ പ്രാവശ്യവും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിക്കും, പക്ഷെ കുറേ നാളായി ചെയ്തിട്ട്, കുറച്ച് ഡിസ്റ്റൻസ് ആയി, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയേക്കണത് ഇന്ന് ഞങ്ങളുടെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റിൻ്റെ ആദ്യത്തെ ദിവസമാട്ടോ. ഞങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ആഫ്റ്റർനൂൺ കിട്ടിയിട്ടേ ഇല്ല. ഇന്ന് മോർണിംഗും പിന്നെ നൈറ്റ് മോർണിംഗ് അങ്ങനെയായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ആഫ്റ്റർനൂൺ ഷിഫ്റ്റിന് പോകണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് സന്തോഷമൊക്കെ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടി, റൂമിൽ കുറച്ച് ക്ലീനിങ് പരിപാടി, കാരണം 2 മാസം കഴിയുമ്പോൾ ഇവിടുന്ന് സ്ഥലം വിടാമല്ലോ, പെട്ടിയും കിടക്കുകയായിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയേക്കണത്. എല്ലാവരും ഫുൾ കാണുക, ഫുൾ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഗൈസ്, ഇതെൻ്റെ ചിലങ്ക കേട്ടോ. എനിക്ക് മമ്മി ഗിഫ്റ്റായി തന്നാണ്, എൻ്റെ 20th ബർത്ത്ഡേക്ക് തന്നാണ്. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ലീവിന് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് വെക്കുക, സുരക്ഷിതമായിട്ട് കൊണ്ടുപോയി വെക്കുക. ഇനി പരിപാടിയൊന്നും അങ്ങനെ ഇല്ലല്ലോ. ഇനി ഫെയർവെല്ലും പിന്നെ താങ്ക്സ് ഗിവിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ കോമ്പറ്റീഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ കൊണ്ടുപോയി വെക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ മറന്നു. എല്ലാത്തിനും ലാസ്റ്റ് നിമിഷം പാക്കൊക്കെ ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഓർക്കുന്നത്, പക്ഷേ ചിലങ്ക എടുത്തില്ലല്ലോ, അതെടുത്തില്ലല്ലോ, ഇതെടുത്തില്ലല്ലോ എന്ന്. അപ്പം അങ്ങനെ ഈ സംഭവമൊക്കെ ഡാൻസിൻ്റെ ഐറ്റംസ് ആട്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡോളിനെ എനിക്ക് ഇവിടുത്തെ തന്നെ ഒരു കൊച്ച് തന്നാട്ടോ. ആ കൊച്ച് ഇത് കാണണമെങ്കിൽ ആ കൊച്ചൊന്ന് കമൻറ്റ് ചെയ്യാൻ ആൻസർ കൊച്ച് തന്നാണ്. ഇതെൻ്റെ പണ്ടത്തെ ഞങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ ഐഡൻറ്റി കാർഡാണ്. ഇതൊക്കെ കൊടുക്കാതെ ഞങ്ങൾക്ക് ഈ ഐ ഡി കാർഡൊന്നും കൊടുക്കാതെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ അതുകൊണ്ട് സൂക്ഷിച്ച് വെക്കണം. ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും എന്ത് ചെയ്യും, ഞാൻ പോസ്റ്റിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ. ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയതുകൊണ്ട് രാവിലെ എത്ര മണി വരെ കിടന്ന് ഉറങ്ങാലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആവുകയാണ്. വേറെ എന്ത് സഹിക്കും, ഏറ്റവും പണിയായിട്ടുള്ള കാര്യമാണ് ഈ മുടിയെട്ടൽ. എൻ്റെ പൊന്നെ, കാരണം എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ എന്ത് രീതി കെട്ടിയാലും എനിക്ക് ഓക്കെ ആവത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. കാരണം ഇരിക്കത്തില്ല എൻ്റെ മുടി മര്യാദയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് എന്ത് രീതി ഇതാണ് ഏറ്റവും മുടിയെട്ടലാണ് ഏറ്റവും വലിയ പണി ഇതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം സമയം ഒരു 12 മണിയായി. 12:30 ആകുമ്പോഴേക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട് പിന്നെ 1 മണി ആ ഒരു സംതിങ് ആകുമ്പോൾ ബസ് വരും. അത് കഴിഞ്ഞിട്ട് 1 മണി ആകുമ്പോഴേക്ക് ഞങ്ങൾ ഷിഫ്റ്റിന് കയറാൻ പോവാണ്. അപ്പോൾ മുടിയൊക്കെ കെട്ടി സെറ്റായിട്ടുണ്ട്. ഇനി അത് ക്ലിപ്പ് ഇടണം, കാരണം ഞങ്ങൾക്ക് ഫ്രീ ഹെയർ ഇവിടെ പറ്റത്തില്ല. കാരണം പോസ്റ്റിംഗ് ആണല്ലോ, പോസ്റ്റിങ്ങിൽ ഫ്രീ ഹെയർ പറ്റത്തില്ല. ഗൈസ്, ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും അല്ലാതെ കാണിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്കിൻ കെയർ ഒക്കെ നേരത്തെ ചെയ്ത് ജസ്റ്റ് ഒന്ന് മുടി കെട്ടണം മാത്രം ചുമ്മാ ഒന്ന് വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയേക്കണതാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രാൻസിഷൻ ഒന്ന് പ്ലാൻ ചെയ്തത്, പക്ഷെ ചീറ്റി പോയി. എന്ത് ചെയ്യാനും നമുക്ക് ചിലപ്പോഴാണ് ഗൈസ് വരത്തുള്ളൂ. അപ്പോൾ അത് എല്ലാ സംഭവം ഞാൻ ഫുള്ളായിട്ട് റെഡിയായി, അന്ന് ഫ്രണ്ട്സ് റെഡിയായി. അപ്പോൾ വാച്ചാട്ടോ മെയിനായിട്ട് ഞങ്ങൾക്ക് വേണ്ടത്, കാരണം വേറൊരു ഓർണമെൻറ്റ്സ് ഞങ്ങൾക്ക് ഇടാൻ പറ്റില്ല. ഇതാണ് ബുജ്ജിയുടെ അമ്മ കൊടുത്തു വിട്ടത്. ഇതിനകത്ത് നല്ല മാങ്ങയുടെ പഴുത്ത മാങ്ങ അച്ചാറും പിന്നെ അല്ലാതെ ഉണക്കിയ മാങ്ങ അച്ചാർ. ഈ ഉണക്കിയ മാങ്ങ അച്ചാറൊക്കെ ഞാൻ ബുജ്ജിയുടെ അമ്മ അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് കഴിക്കുന്നേ. അപ്പോൾ അതാണ് ഇത് രണ്ടും. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ടില്ല. അവള് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് നാട്ടിൽ പോയിട്ട് വന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് ഇന്നത്തെ ചോറിൻ്റെ ഫുഡായിട്ട് കഴിക്കാൻ വേണ്ടിയാണ്. ഇത് ചമ്മന്തിപ്പൊടി. ഇപ്പോഴായിട്ട് ഞാൻ ബാഗിൽ ബുക്ക് സംഭവം കുപ്പി എല്ലാം എടുത്ത് വെക്കണം. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കാൻ നേരത്ത് സ്കൂളിൽ പോണേക്കാളും തലേദിവസം എല്ലാ ഹോംവർക്കും ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ സംഭവം ടൈം ടേബിൾ അനുസരിച്ച് എടുത്ത് വെക്കില്ല. പക്ഷേ ഈ കോളേജ് ലൈഫിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ആ സെക്കൻഡിൽ ഒക്കെ എടുത്ത് വയ്ക്കാൻ പോകുക, അങ്ങനെയാണല്ലോ. ശരിക്കും സ്കൂൾ ലൈഫൊക്കെ മിസ് ചെയ്യണം. കാരണം ഇപ്പോൾ ജൂൺ ആ ഒരു മാസമല്ലേ, എന്ന് വെച്ചാൽ സ്കൂൾ ഇറങ്ങുന്ന ആ ഒരു മാസമല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ പിള്ളേരെല്ലാവരും സ്കൂളിൽ പോകണതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് ഭയങ്കര അന്നത്തെ കാലമേ. ഞങ്ങളിത് ഫുഡ് കഴിക്കാൻ പോകട്ടെ. അപ്പോൾ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് മിസ് ചെയ്തിട്ട് ക്യാമറ കൊണ്ടുപോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ടേക്കൊന്നും ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഇനി ബസ് വന്ന് പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വന്നതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. സമയം 4 മണി. ഇതേ ഞങ്ങൾ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ. അപ്പോൾ 4 മണി ആയപ്പോഴേക്കും ജസ്റ്റ് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഞാൻ ഉള്ളിലത്തെ ദൃശ്യമൊന്നും കാണിക്കാത്തത്, ഞങ്ങൾക്ക് അങ്ങനെ കാണിക്കാൻ പാടില്ല എന്നുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ അതൊന്നും കാണിക്കാത്ത. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയത്. അന്നേരത്തേക്ക് വ്ളോഗ് ഓണാക്കി വെച്ചതാ. ഭയങ്കര മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അങ്ങോട്ടൊക്കെ നോക്കിക്ക്, കണ്ട് നല്ല കാറ്റൊക്കെ.
അവിടെ ചെന്നപ്പോൾ അങ്ങനെ വലിയ സാധനങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. കാരണം കുറേ മിഠായികളും പിന്നെ സ്നാക്സ് ഐറ്റംസ് അങ്ങനെ കുറേ സംഭവങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ബോണ്ട അങ്ങനത്തെ ഞങ്ങൾ കടി അന്വേഷിച്ചായിരുന്നു പോയത്. ബോണ്ട മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ രണ്ടും കൽപ്പിച്ച് ആ 2 ബോണ്ട മേടിച്ചു. ഞാനും ഏഞ്ചലും മേടിച്ചു ബോണ്ടയും. പിന്നെ അവർ ടീ ആണ് കുടിച്ചത്, ഞാൻ ലെമൺ ടീ ആണ് കുടിച്ചത്. എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്ക് അവിടുത്തെ ലെമൺ ടീ ഒരു ദിവസം ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്നിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ലെമൺ ടീ ഇപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ലെമൺ ടീ മാത്രം കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമായി. ലെമൺ ടീ ചിലപ്പോൾ നല്ലതാണ്, ചിലപ്പോൾ നല്ല വേറൊരു ടേസ്റ്റാണ്, പക്ഷെ നല്ലതാണ്, എനിക്കിഷ്ടമാണ് അത്യാവശ്യം. അപ്പോൾ ഞാൻ ലെമൺ ടീ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാട്ടോ കഴിക്കുന്നത്. ഞാൻ പണ്ടൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല. നല്ല ടേസ്റ്റാട്ടോ. സമയം ഇപ്പോൾ 6:45 ആയിട്ടോ. എല്ലാവരും അവരവരുടെ വാർഡിൽ നിന്ന് ഐസിന്നൊക്കെ ഇറങ്ങുന്ന സമയമാണ്. കാരണം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ചെന്നിട്ട് അറ്റൻഡൻസ് ഒക്കെ എടുക്കണം. അറ്റൻഡൻസ് ഒക്കെ എടുത്തിട്ട് ഒരു 6:50 ഒക്കെ ആകുമ്പോഴേക്കും ബസ് വരും. അപ്പം ഞങ്ങളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അവിടെ ഇറങ്ങി. കാരണം വർത്താനം പറഞ്ഞ് പയ്യെ ആടി തൂങ്ങി വരണ്ടേ. കുറേ ആൾക്കാർ പോയി ഇത് ബാസി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ബസ് കുറച്ച് കഴിയുമ്പോഴേക്കും വരും. കുറേ ആൾക്കാർ ബസ് സ്റ്റോപ്പിട്ട് പോയിട്ടുണ്ട്. അപ്പം ഞങ്ങളിനി അവിടെ ചെല്ലണം. എൻ്റെ ആദ്യത്തെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് കേട്ടോ, എന്ന് വെച്ചാൽ ആദ്യത്തെ ദിവസത്തെ ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ബുജ്ജി ആയിരുന്നു കേട്ടോ. ഇതാണ് ബുജ്ജി SIC. ഞങ്ങൾ രണ്ടൊരു SICയിലാണ്. അപ്പോൾ ആദ്യത്തെ ദിവസത്തിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. ആഫ്റ്റർനൂൺ ഞാൻ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലായിരുന്നു. അടിപൊളിയായിരുന്നു, ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് കുറച്ച് ലേറ്റായിട്ട് പുള്ളി വണ്ടി കൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ കയറിയ ആൾക്കാരെന്ന് വെച്ചാൽ നേരത്തെ പോയ ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നേന്ന്. എല്ലാവരും അപ്പോഴത്തേക്കും കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2ാമത്തെ ഇതിലാണ് കയറിയത്. എനിക്ക് ഈ ഒരു ടൈമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ക്ലൈമറ്റൊക്കെ അല്ലേ. അപ്പോൾ അത് എല്ലാവരും ഹോസ്റ്റലിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോനായിരിക്കും. എല്ലാവർക്കും ശുഭദിനം.